പങ്കെടുത്തില്ല സുഹൃത്ത്. ഇപ്പോൾ മൂന്നാമത്തെ കൗൺസിലത്തിൽ പങ്കെടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവും. എന്തായാലും വളരെ എന്തേ ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് പറഞ്ഞല്ലോ, ഈ ടേമിൽ ആരും അയോഗ്യരാവാൻ പോകുന്നില്ല. അയോഗ്യരാകുന്ന സാഹചര്യം ഉണ്ടാകാതെ മേയർ എന്നുള്ള നിലയ്ക്ക് സംരക്ഷിക്കും. ഭരണസമിതി എല്ലാവരെയും പരസ്പരം സംരക്ഷിച്ച് തന്നെ മുന്നോട്ട് പോകും. 101 പേര്. 258 കിലോമീറ്റർ അകലെയുള്ള സത്യപ്രതിജ്ഞ നാണക്കേടെന്നാണ് പ്രതിപക്ഷം പറഞ്ഞിരിക്കുന്നത്. പ്രതിപക്ഷം അങ്ങനെയല്ലേ പറയുള്ളൂ. ഈ ഭരണസമിതി വന്നതിൻ്റെ അന്ന് മുതൽ അതിൽ പ്രശ്നം, പ്രതിപക്ഷം അവർ തോറ്റു എന്ന് മാനസികമായിട്ട് അംഗീകരിക്കാൻ തയ്യാറായ അവരുടെ പ്രശ്നമൊക്കെ കഴിയും. പരാജയപ്പെട്ടു, വേറെ വലിയ ഡെക്കറേഷനൊന്നും ഇല്ലാതെ ഞങ്ങൾ പരാജയപ്പെട്ടു പോയി, പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കാം എന്ന് അവർ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരും. അവരുടെ ഈ മാനസിക സംഘർഷത്തിനൊക്കെ ഒരു അയവ് വരും. ഞങ്ങൾ എത്രയോ തവണ തോറ്റിട്ടുണ്ട്, അപ്പോൾ ഞങ്ങളത് അംഗീകരിച്ചിട്ട് വീണ്ടും പ്രവർത്തിക്കുക, അത്രയേ ഉള്ളൂ. അവർ ഭരണസമിതിയെ, തിരുവനന്തപുരത്തുള്ള ജനങ്ങൾ ഭരണസമിതി നന്നായിട്ട്, നിങ്ങളെയൊക്കെ സഹപ്രവർത്തകർ തിരുവനന്തപുരത്തുണ്ടല്ലോ, നിങ്ങൾ അവരെയൊക്കെ വിളിച്ചിട്ട് ഭരണസമിതി ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ അവരെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ മതി. ചില വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും, സ്വാഭാവികമല്ല. ഐഡിയോളജിക്കലി ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉള്ളവർ പലതും പറയുമല്ലോ. നിങ്ങൾ പൊതുസമൂഹത്തോട് അന്വേഷിച്ച് നോക്കി. ഇനി ഞങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോകും, മാധ്യമ പ്രവർത്തകരോ ജനങ്ങളോ ഒക്കെ ഞങ്ങൾ തിരുത്തണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരുത്താൻ തയ്യാറാണെന്ന് അങ്ങോട്ട് തന്നെ പറയില്ലേ.